അഭിനന്ദൻ വർത്തമാനെ ഇന്ത്യക്ക് കൈമാറിക്കൊണ്ട് സമാധാനത്തിൻ്റെ മാടപ്രാവായി മാറിയിരിക്കുകയാണ് പാകിസ്ഥാൻ എന്ന് ഒരു വശത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒപ്പം അഭിനന്ദൻ വർത്തമാനെ ഇന്ത്യയിലേക്ക് സ്വീകരിക്കുന്നതിൻ്റെ ആവേശത്തിൽ രാജ്യം അങ്ങനെ നിറഞ്ഞു നിൽക്കവേ കശ്മീരിൽ നിന്ന് വരുന്ന വാർത്ത അത്ര ശുഭകരമല്ല. 2 CRPF ജവാന്മാരും 2 പോലീസ് സേനാംഗങ്ങളും അവിടെ തീവ്രവാദികളുടെ വെടിയേറ്റ് വീരമൃത്യു അടഞ്ഞിരിക്കുന്നു. ഒരു വശത്ത് സമാധാനം ഇതാ കൊണ്ടുവരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറയുകയും മറുവശത്ത് അതേ പാകിസ്ഥാൻ പോറ്റി വളർത്തുന്ന തീവ്രവാദികൾ ഇപ്പോഴും ഇന്ത്യൻ സൈനികർക്ക് നേരെ നിറയൊഴിക്കുകയും ചെയ്യുന്ന സാഹചര്യം. ഹിന്ദുവരയിൽ CRPF ജവാന്മാർ തീവ്രവാദികൾക്ക് വേണ്ടി നടത്തിയ തെരച്ചിൽ ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയതായിരുന്നു. ആ തെരച്ചിൽ പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം അതിർത്തി മേഖലയിൽ ഒന്നടങ്കം CRPFൻ്റെ നേതൃത്വത്തിൽ തീവ്രവാദികൾക്ക് വേണ്ടിയിട്ടുള്ള വലിയ തെരച്ചിൽ നടക്കുകയാണ്. അതിൻ്റെ തുടർച്ചയായി നടത്തിയ തെരച്ചിലിൽ ഇന്ന് പകൽ തീവ്രവാദികളെ വെടിവെച്ച് കൊല്ലാൻ സാധിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. പുലി വെടിയേറ്റ് വീണ തീവ്രവാദികളുടെ അടുത്തേക്ക് പോയ CRPF സംഘത്തിന് നേരെയാണ് മരിച്ചു കിടക്കുകയായിരുന്നു എന്ന് കരുതിയ ഒരു തീവ്രവാദി എണീറ്റ് നിറയൊഴിച്ചത്. അങ്ങനെയാണ് 4 പേർക്ക് ജീവൻ നഷ്ടമാകുന്ന ഒരു സാഹചര്യമുണ്ടായത്. അതായത് പാകിസ്ഥാൻ പോറ്റി വളർത്തുന്ന തീവ്രവാദികൾ എന്തിനും പോന്ന രീതിയിൽ നമ്മുടെ അതിർത്തി പ്രദേശത്ത് ഇപ്പോഴും തമ്പടിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവായി അത് മാറുകയാണ്. അതവസാനിപ്പിക്കാതെ എങ്ങനെയാണ് സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള ആ വിളി ഇന്ത്യക്ക് കേൾക്കാനാവുക, ഇന്ത്യൻ ജനതയ്ക്ക് അംഗീകരിക്കാനാവുക? അതുമാത്രമല്ല, പാകിസ്ഥാൻ സേനയും അതിർത്തിയിലെ പല മേഖലകളിലും വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് വെടിയുതിർക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്ന് രാവിലെയും ഇന്ന് വൈകുന്നേരവുമൊക്കെ പല ഭാഗങ്ങളിലും പാക് സേനാംഗങ്ങളുടെ വെടിവയ്പുണ്ടായി എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അതോടൊപ്പം പാകിസ്ഥാനിലെ സൈനിക മേധാവി മറ്റ് തങ്ങളുമായി പാകിസ്ഥാനുമായി ബന്ധമുള്ള പല രാജ്യങ്ങളുടെയും സൈനിക മേധാവിമാരുമായി ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന വാർത്ത വരുന്നു. ഒരു വശത്ത് ഞങ്ങൾ സമാധാനത്തിന് തയ്യാറാണ് എന്ന് പറയുകയും മറുവശത്ത് ഇന്ത്യൻ സൈനികർക്ക് നേരെ നിറയൊഴിക്കുകയും ചെയ്യുന്ന ആ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നു. ഒപ്പം ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണ നേടിയെടുക്കുന്നതിന് വേണ്ടി പാകിസ്ഥാൻ നടത്തുന്ന ശ്രമങ്ങളും നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇമ്രാൻഖാൻ ഒരുപക്ഷെ ഇതൊന്നും അറിഞ്ഞുപോലും കാണില്ല. കാരണം സൈനിക മേധാവികൾ നടത്തുന്ന ചർച്ച എപ്പോഴും ഈ സൈനിക മേധാവികളുടെയും വലിയ വലിയ തീവ്രവാദ സംഘടനകളുടെയും ഒക്കെ പിടിയിൽ അമർന്നു പോയതിൻ്റെ ഒരു വലിയ ദുരിതമാണല്ലോ പാകിസ്ഥാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ മറികടന്നുകൊണ്ട് പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതൃത്വത്തിന് ഒരു ഉറച്ച നിലപാടെടുക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഒരുപക്ഷെ പാകിസ്ഥാൻ അഭിനന്ദൻ വർത്തമാനെ ഇന്ത്യക്ക് കൈമാറുന്നതിനുള്ള തീരുമാനം ഇത്ര പൊടുന്നനെ എടുത്തതിലുള്ള അമർഷം പോലും ആ പല തീവ്രവാദി സംഘടനകൾക്ക് ഉണ്ടാകാനുള്ള സാധ്യത പോലും നമുക്ക് തള്ളിക്കളയാനാകില്ല. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ പല വിധത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. എന്തായാലും ഇന്ത്യക്ക് ലഭിക്കുന്ന സന്ദേശം എന്താണ്? ലോകത്തിന് അത് കൊടുക്കുന്ന സന്ദേശം എന്താണ്? ഒരു വശത്ത് അഭിനന്ദൻ വർത്തമാനെ കൈമാറിയതിലൂടെ സമാധാനത്തിൻ്റെ പതാക ഉയരുകയും മറുവശത്ത് അതിർത്തിയിൽ 4 ജവാന്മാർ വെടിയേറ്റ് വീഴുകയും ചെയ്യുന്നു എന്ന സാഹചര്യത്തെ നാം എങ്ങനെയാണ് കാണുന്നത്? എന്തു സമാധാന സന്ദേശമാണ് അതിൽ കൂടി ലോകത്തിന് നൽകാൻ സാധിക്കുന്നത്?